അന്യായമായ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 100 ദിവസമായി സമരം നടത്തുന്ന ആശാ വർക്കർമാരുമായി ഇനി ഒരു ചർച്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കി. സർക്കാരിൻ്റെ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനിടെയാണ് ആശമാരുടെ സമരം ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ കടന്നു വന്നു. സമരത്തോട് അസഹിഷ്ണുത ഒന്നും തന്നെയില്ല. പക്ഷേ മുമ്പ് ഇതിൽ ഇടപെട്ടിട്ട് ഫലമൊന്നും ഉണ്ടായില്ല. അതിനാൽ ഇനിയൊരു ഒത്തുതീർവ് ചർച്ചയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. 3 സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരത്തിൻ്റെ 100ാം ദിനത്തിൽ ആളിപ്പടരുന്ന സമര സന്ദേശം എന്ന നിലയിൽ ആശാ വർക്കർമാർ സമര പന്തങ്ങൾ ഉയർത്തുകയും ചെയ്തു. കവയിത്രി റോസ്മേരി പന്തങ്ങൾക്ക് തീ പകർന്നു നൽകി. സമര നേതാക്കളായ സബൂറ, രാജി, ബിന്ദു കണ്ണമ്മൂല, ഷീജ, അനിതാകുമാരി, ബിന്ദു ഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ ആവേശം ഉയർത്തിയ ഒട്ടേറെ മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ നടന്ന 100ാം ദിന സമ്മേളനത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. 100ാം ദിവസം ഐക്യദാർഢ്യം അർപ്പിച്ച ഷാഫി പറമ്പിൽ, MLA മാരായ PC വിഷ്ണുനാഥ്, ഡോക്ടർ മാത്യു കുഴൽനാടൻ, DCC പ്രസിഡന്റ് പാലോട് രവി തുടങ്ങി ഒട്ടേറെ നേതാക്കളും ആ സമരവേദിയിൽ എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം 7000 രൂപയിൽ നിന്നും 21,000 ആയി ഉയർത്തുക, അത് കൃത്യമായി എല്ലാ മാസവും 5ാം തീയതിക്ക് മുന്നേ അക്കൗണ്ടിൽ എത്തണം. അതുകൂടാതെ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം എന്നിവയാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന മുഖ്യ ആവശ്യങ്ങൾ. ആശമാരുടെ ധർമ്മസമരത്തിന് കേരള മനസാക്ഷിയുടെ പിന്തുണയുണ്ടെന്നും സർക്കാർ കാണിക്കുന്ന ഈ ക്രൂരത ജനം സഹിക്കില്ലെന്നും സമരപ്പന്തലിൽ എത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എന്താണ് ഇവരുടെ ശമ്പളക്കാര്യത്തിലെ യാഥാർത്ഥ്യം? രാജ്യത്ത് ആശാപ്രവർത്തകർക്ക് കൂടുതൽ മാസ ഓണറേറിയം നൽകുന്നത് കേരളമാണെന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ തന്നെയാണ്. അലവൻസ് ഉൾപ്പെടെ മാസം 13,200 രൂപ വരെ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം ലഭിക്കുന്നുവെന്ന് NHM വ്യക്തമായി പറയുന്നുണ്ട്. കേന്ദ്രം നടപ്പാക്കിയ ആശാ പദ്ധതി പ്രകാരമാണ് 2007 മുതൽ പ്രവർത്തകരെ നിയമിച്ചു തുടങ്ങിയത്. വിവിധ പദ്ധതികളിലെ ആരോഗ്യ സേവനത്തിനാണ് അവരെ നിയോഗിക്കുന്നത്. അതിനാൽ സ്ഥിരം ശമ്പളമല്ല, സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവാണ് നൽകുന്നത്. ആശമാർക്ക് 7000 രൂപ മാത്രമാണ് കിട്ടുന്നതെന്ന അടിസ്ഥാനരഹിത പ്രചരണം ഒരു വശത്ത് നടക്കുന്നു. എന്നാൽ ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ 13,200 രൂപ വരെ നൽകുന്നു എന്നതാണ് വസ്തുത. സംസ്ഥാന സർക്കാർ മാസം 7000 രൂപയാണ് ഓണറേറിയം നൽകുന്നത്. ഏറ്റവും ഒടുവിൽ 2023 ഡിസംബറിലാണ് 1000 രൂപ കൂട്ടിയത്. 2016 മുമ്പ് ആശമാരുടെ മാസ ഓണറേറിയം 1000 രൂപ മാത്രം ആയിരുന്നു. ഘട്ടം ഘട്ടമായി 7000 രൂപ വരെ അത് എത്തിച്ചിട്ടുണ്ട്. ഈ 7000 കൂടാതെ 60:40 എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് 3000 രൂപ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട്. സേവനമനുസരിച്ച് വിവിധ സ്കീമുകളിലൂടെ 3000 രൂപ വരെ മറ്റ് ഇൻസെൻറ്റീവുകളിൽ ലഭിക്കും. 200 രൂപ ടെലിഫോൺ അലവൻസും നൽകും. കർണാടകയും മഹാരാഷ്ട്രയും 5000 രൂപയും മധ്യപ്രദേശും ബംഗാളും 6000 രൂപയുമാണ് ആശമാർക്ക് നൽകുന്നത്. 2023-24 സാമ്പത്തിക വർഷം NHM വിഹിതം കേന്ദ്രം അനുവദിക്കാതിരുന്നിട്ടും എല്ലാ മാസവും കൃത്യമായി ആശമാരുടെ ഇൻസെൻറ്റീവ് സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് നൽകിയിരുന്നു. കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സൂസി ആശമാരെയും കൂട്ടി ഇവിടെ സമരം ചെയ്യാൻ ഇറങ്ങിയത്. മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ആവശ്യങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ വെച്ചെങ്കിലും 100 രൂപയെങ്കിലും കൂട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു ഈ സമരക്കാർ. ഇപ്പോൾ സർക്കാരും ഉറച്ച നിലപാട് തന്നെ എടുത്തിരിക്കുകയാണ്. ഇനി ചർച്ചയൊന്നുമില്ല, 100 രൂപ കൂട്ടുന്നതൊക്കെ സമരം നിർത്തിയ ശേഷം ആവശ്യങ്ങൾ പഠിക്കാൻ വെച്ച സമിതി അത് കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കും. 1 രൂപ പോലും കൂട്ടിത്തരണമെങ്കിൽ അത് ആ റിപ്പോർട്ട് പ്രകാരം ആയിരിക്കും.